ഭാഷയും ദേശവും കടന്നുപോയ ഒരു പാട്ടിൻ്റെ സൃഷ്ടാക്കളാണ് നമ്മളോടൊപ്പമുള്ളത്. ഷൈജുവും കണ്ണനും. ഇവർ എഴുതി സംഗീതം ചെയ്ത ഒരു പാട്ട്, കരിങ്കാളിയല്ലേ എന്ന പാട്ട്, അത് ആവേശം എന്ന ചിത്രത്തിലൂടെ ലോകം മുഴുവൻ ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ടുപേരി പാടിക്കൊണ്ട് തുടങ്ങാം. ഷൈജു, കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട് നീരാട് നീരാട്. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്. എരിവെറ്റിയ വറ്റമുളകോ പെണ്ണെ നിൻ മനസ്സ്, ജടകെട്ടിയ കാർമുടിക്കെന്തിനി മുല്ലപ്പൂ മലര്, കലി തുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊൻ ചിലമ്പ്, തുടികൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മേ നീ അടങ്ങ്. ഇനി നമുക്ക് പാട്ടിൻ്റെ തുടക്കത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇതെങ്ങനെ സിനിമയിലേക്ക് എത്തി? തീർച്ചയായിട്ടും ആദ്യം തന്നെ അവരോടും നന്ദി പറയാൻ ഈ ഒരു അവസരം എടുക്കുകയാണ്. പിന്നെ ആദ്യം ഷൈജു ഭായിനെ അതിൻ്റെ പ്രൊഡ്യൂസർ വിളിച്ചിരുന്നു. പിന്നീട് ഞങ്ങളൊരു സാറുണ്ട്, അനിൽ പ്രഭ എന്ന് പറഞ്ഞിട്ട്, ആവേശത്തിൻ്റെ ലീഗൽ അഡ്വൈസറായ അനിൽ പ്രഭ സാറ് വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്. പിന്നെ എൻ്റെ ജൈനീഷ് മണപ്പുള്ളി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പാട്ടിൻ്റെ പ്രൊഡ്യൂസർ, ബ്ലാക്ക് ബ്രോ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൻ്റെ, അദ്ദേഹം കൂടി ഒരുമിച്ച് അങ്ങനെ എഗ്രിമെൻറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഫിലിമിലേക്ക് നമ്മൾ എത്തിയത്. തീർച്ചയായിട്ടും വലിയൊരു സന്തോഷം. ഷൈജു, ഇപ്പോഴുള്ള ഈ ഒരു ലെവലിലേക്ക് ഈ പാട്ട് എത്തുമെന്ന് കരുതിയിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം പാട്ട് അത്യാവശ്യം ആളുകളിലേക്ക് എത്തുന്നൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രത്തോളം റീച്ചാവും എന്നുള്ളത് വിചാരിച്ചിരുന്നില്ല. അത് സിനിമ കണ്ടപ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആദ്യമായിട്ട് ബിഗ് സ്ക്രീനിൽ ഞങ്ങളുടെ പേര് എഴുതി കാണിച്ചു. അതോടൊപ്പം ഒരു പാട്ടിൻ്റെ ഭാഗമാവാനും പറ്റി. എല്ലാത്തിനും ദൈവത്തിനോട് നന്ദി പറയണം. ഈ സിനിമ പുറത്തിറങ്ങുന്നവരെ ഈ പാട്ട്, നിങ്ങളുടെ പാട്ട് സിനിമയിലുണ്ടെന്നുള്ള കാര്യം രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നോ? തീർച്ചയായും. അതിപ്പോൾ പ്രൊഡ്യൂസറായാലും നമ്മളുടെ ചാനലിൻ്റെ ജെനീഷ്, ഒപ്പം കണ്ണൻ, ഞങ്ങൾ ഉൾപ്പെടെയാണ് അത് എഗ്രിമെൻറ്റ് കാര്യം ചെയ്തത്. അപ്പോൾ നമ്മളോട് അവർ പ്രത്യേകം പറഞ്ഞു അത് പുറത്ത് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത് ഇത്രത്തോളം വലിയൊരു എന്താ പറയുക, റൊമാൻറ്റിഫിക്കേഷൻ ഗംഭീരാക്കി കളഞ്ഞു പടത്തിൽ. അത് എല്ലാവരും ഏറ്റെടുത്തു. അതോടൊപ്പം ഞങ്ങളുടെ ഒരു നേരത്തെ ഇരിങ്ങാലക്കൂടെ തന്നെ നമ്മുടെ ഒരു പാട്ടുകൂട്ടായ്മയുണ്ട്, ടച്ചിങ്സ് എന്ന് പറഞ്ഞിട്ട്. അതിലെ കലാകാരന്മാർ എല്ലാവരും സഹകരിച്ചതിൻ്റെ പുറത്താണ് അതിൻ്റെ ഒരു വീഡിയോ വരെ നമുക്ക് ചെയ്യാൻ പറ്റിയത്, പ്രൊഡ്യൂസർ നിന്നിട്ടായാലും ബ്ലാക്ക് ബ്രോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഈ അവസരത്തിൽ ഓർക്കുന്നു നന്ദിയോടെ. എല്ലാവരോടും നന്ദിയാണ് മാത്രം പറയാനുള്ളൂ. ഈ ആദ്യം തന്നെ ഒരുപാട് പേർ ഈ പാട്ടിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇത് ഏറ്റെടുത്തു. മലയാളികൾ ഏറ്റെടുത്തതിന് ശേഷമാണ് സിനിമയിലേക്ക് വരുന്നത്. എങ്ങനെയാണ് പാട്ടിൻ്റെ തുടക്കം? ആദ്യം ഏകദേശം ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ഒരു ചെറിയൊരു ട്യൂൺ ഷൈജു ജോറാൻ എനിക്ക് തരണുണ്ടായത്. അങ്ങനെ അതിൻ്റെ ആദ്യത്തെ പല്ലവീര ഭാഗങ്ങൾ എഴുതി. അതിനുശേഷം 2022 ഭരണിക്കാലത്ത് ഷൈജു ഭായി വന്നിട്ട് അത് പാടിയിടുണ്ടായത്. ഞങ്ങളൊരു മാസ്ക് മീഡിയ എന്ന് പറഞ്ഞൊരു പേജുണ്ട്, അതിൽ പാടിയിട്ട് ഒരുപാട് അന്വേഷണങ്ങൾ വന്നു. ഈ പാട്ട് എവിടെ നിന്നാണ്, ഇതിൻ്റെ ബാക്കി എവിടെ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതിനുശേഷം ബ്ലാക്ക് ബ്രോ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഇത് എടുക്കുകയും പിന്നീട് അത് വൈറലാവുകയുണ്ടായത്. ഏകദേശം 4 കോടിയോളം പ്രേക്ഷകർ ഈ പാട്ട് എത്തിയതിന് ശേഷമാണ് ആവേശം എന്ന് പറയുന്ന ഫിലിമിൽ ഈ പാട്ട് എത്തപ്പെട്ടത്. അതിനുശേഷം ഒരു 25 ലക്ഷത്തിലേറെ കാഴ്ചക്കാർ അതിന് വന്നിട്ടുണ്ട്. അല്ലേ, ഇപ്പം ഇത് രംഗണ്ണനിലൂടെ ലോകം മുഴുവൻ ഇത് ഏറ്റെടുത്തു. ഇതല്ലാതെ തന്നെ എനിക്ക് തോന്നുന്നു വേറൊരു പാട്ട് ഇതിനു മുമ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, അതും ഹിറ്റായിരുന്നു എന്നാണ്. അതെ, അത് എള്ളോളം തരി പൊന്നെന്തിനാന്നുള്ള പാട്ട് എനിക്ക് തോന്നുന്നു അൻ്റെയും കണ്ണൻ്റെയും ആദ്യത്തെ കൂട്ടുകെട്ടിലെ ഹിറ്റ്. ഒപ്പം അത് ഈ പറഞ്ഞ പോലെ തന്നെ ആ പാട്ടിനും ടിക്ടോക്കിൻ്റെ അവസാനത്തെ ഹിറ്റായിരുന്നു പാട്ട്. പിന്നെ അതിനേക്കാളുപരി ആ പാട്ടിനും ഒരു സിനിമയിലേക്ക് വരാനുള്ളൊരു ഭാഗ്യം കിട്ടി. ജോ എന്ന് പറഞ്ഞ പടത്തിലുണ്ടായിരുന്നു. ഈ പാട്ടിന് ഈ ആവേശം സിനിമയിലെത്താനും പറ്റി. അപ്പോൾ അതുകൊണ്ട് എന്തായാലും എവിടെയൊക്കെ ഒരു ഇഷ്ടം ഞങ്ങളുടെ എഴുത്തിനോടും പാട്ടിനോടും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അത് തന്നെയാണ് മുന്നോട്ട് നയിക്കുന്നത്. പിന്നെ ഈ പാട്ടുകളെല്ലാം മനോഹരമായിട്ട് പാടിത്തരുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇപ്പോൾ കരിങ്കാളി ആയാലും അനൂപ് പുതിയടത്തും ബിനീഷ് കലേറ്റഗിരി നമ്മുടെ പ്രിയപ്പെട്ട അനിയന്മാർ, അവരാണ് പാടിയിരിക്കുന്നത്. എള്ളോളം തരിയാണെങ്കിൽ അനീഷ് എടക്കുളം. അപ്പോൾ പാട്ട് ഞാൻ പൊതുവെ പറയുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും സാധാരണക്കാരാണ്, സാധാരണ ജോലികൾക്ക് പോയിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചുരുങ്ങിയ
സമയം കണ്ടെത്തിയിട്ടാണ് പ്രാരാബ്ദങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള പാട്ടുകൾ ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഇരുകൈ നീട്ടി സ്വീകരിക്കുക, നല്ലതിനെ പ്രോത്സാഹിപ്പിക്കുക എങ്കിലാണ് ഞങ്ങൾക്ക് അടുത്ത പാട്ടിലേക്കുള്ളൊരു ഊർജ്ജമാണ്. അപ്പോൾ എല്ലാവരോടും നന്ദി പറയുന്നു. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ പറഞ്ഞു സാധാരണക്കാരാണ്, വേറെ ജോലികളുള്ളവരാണ്. എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷൈജുവും കണ്ണനും? ഞാൻ നിലവിൽ ഒരു ആർട്ടിസ്റ്റാണ്. ചുമരെഴുത്ത് കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഇപ്പോൾ കുറവാണ്. ഇപ്പോൾ പെയിൻറ്റിങ്ങിനാണ് കൂടുതലായിട്ട് പോകുന്നത്. പെയിൻറ്റിങ് ജോലികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. കണ്ണനോ? ഞാൻ കേബിളിൻ്റെ വർക്കായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഇരിങ്ങാലക്കുട തന്നെ. തീർച്ചയായിട്ടും മുൻപ് സൂചിപ്പിച്ച പോലെ അതിന് ശേഷമുള്ള സമയങ്ങളാണ് നമ്മൾ പാട്ടുകൾക്കായിട്ട് ചിലവഴിക്കുന്നത്. ഏകദേശം രാത്രി ഒരു 9:30 ആവും ഞങ്ങൾ പിരിയുമ്പോൾ പല ദിവസങ്ങളിലും. പാട്ടിൻ്റെ ചർച്ചകളും കൂട്ടായ്മകളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോവാണ്. ഈ എള്ളോളം തരി രണ്ടുപേരെയും കൂടി പാടാമോ? തീർച്ചയായും. കല്ലുമാലക്കാതിൽ കമ്മലതില്ലേലും ആരാരും കണ്ണുവെച്ച് പോകും കന്നിക്കതിരാണ്. കള്ളിമുള്ളു പോലെ മുള്ളുകളല്ലേലും മാളൂരെ കള്ളിയവളുടെ നുള്ളൊരു മുള്ളാണ്. എള്ളോളം തരി പൊന്നെന്തിന തനി തഞ്ചാവൂര് പട്ടെന്തിന തങ്കം തെളിയണ പട്ടു തിളങ്ങണ ചന്തം നിനക്കാടേ. കണ്ടു കൊതിച്ചവർ ചെണ്ടുകൊണ്ടെന്നും പണ്ടു പണ്ട് കറക്കാടേ. വണ്ടു പോലെ പറക്കാടേ പണ്ടു പണ്ട് കറക്കാടേ. വണ്ടു പോലെ പറക്കാടേ. ഇരിങ്ങാലക്കുടയിൽ നിന്നും ഷൈജുവും കണ്ണനും കൂടി സൃഷ്ടിച്ച പാട്ടാണ് ഇപ്പോൾ ഭാഷയും ദേശവും ഒക്കെ കടന്ന് ലോകം മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഇരിങ്ങാലക്കുടയിൽ നിന്നും ക്യാമറാമാൻ പി സലിമിനൊപ്പം തിയോഫിൻ, കൈരളി ന്യൂസ്, തൃശ്ശൂർ.